നമുക്ക് വലിയ ദുഃഖമാണ് മലയാളത്തിന്. കാരണം മലയാള സിനിമ പ്രത്യേകിച്ച് എം എസ് ബാബുരാജിൻ്റെ കാര്യം, എം എസ് ബാബുരാജ്, കെ രാഘവൻ, ദക്ഷിണാമൂർത്തി, അർജുനൻ, ഈ സംഗീത സംവിധായകരുടെ പാട്ടുകൾ സുശീലേക്കാൾ കൂടുതൽ പാടിയിട്ടുള്ള എസ് ജാനകിയമ്മയാണ്. ഇപ്പോൾ ബാബുക്കയുടെ തളിരിട്ട കിനാക്കൾ തൻ താമരവാല വാങ്ങാൻ ഉള്ള സൂപ്പർ ഹിറ്റ് പാട്ട് പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. എൻ്റെ ആ നിമിഷത്തെ നിർവൃതിയിൽ ഞാൻ രാവിലത്തെല്ലാം മാറി പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. അകലെ അകലെ നീലാകാശം എന്ന എക്കാലത്തെയും വലിയ ഹിറ്റായ യുഗ്മഗാനം ജാനകിയോടൊപ്പം ചേർന്ന് പാടിയിരിക്കുന്നത് ജാനകിയമ്മയാണ്. ഞാൻ എഴുതിയ, വളരെ ചെറുപ്പത്തിൽ എഴുതിയ, 28 വയസ്സ് എഴുതിയ പാട്ടാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം. അത് ജാനകിയമ്മ പാടിയതാണ്. മനസ്സിലൊരു ഉഷസ്തന്ധിയായി മായാമോഹിനി സരസ്വതി എന്നുള്ള ക്ലാസിക്കൽ കൃതി, കീർത്തനമുള്ള ക്ലാസിക്കൽ ദക്ഷിണാമൂർത്തി സംഗീതത്തിൽ യേശുദാസും ജാനകിയമ്മയും ചേർന്ന് പാടിയതാണ്. ഇങ്ങനെ നമ്മൾ ജാനകിയമ്മ പാടിയ പാട്ടുകൾ, എനിക്ക് 100-150 പാട്ടുകൾ അവർ പാടിയിട്ടുണ്ടാകും. അത് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് ഓരോ പാട്ട് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ അതിനുള്ള സന്ദർഭമല്ലിത്. ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധം വളരെ അടുപ്പമായിരുന്നു. ഒരു 10 ദിവസം മുമ്പ് ഞാനിവിടെ പറഞ്ഞു എനിക്ക് ജാനകിയമ്മ കണ്ടാക്കൊള്ളാമെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുവായ സുനിത പറഞ്ഞു, ഇങ്ങനെ ജാനകിയമ്മ കണ്ടാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റുമെങ്കിൽ നമുക്കത് പോകാം. പക്ഷേ എനിക്കിപ്പോൾ നല്ല സുഖമില്ലായിരിക്കുകയാണ്, ഒരുപാട് ദൂരയാത്രകൾ പറ്റില്ല, ഹൈദരാബാദ് വരെ പോകണം. പക്ഷെ എങ്കിലും പോകണം വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മരണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു മാനസികമായ ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് ഞാനിത് ഓർക്കേണ്ട കാര്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്ത് അവാർഡുകൾ 3 പ്രാവശ്യം ജാനകിയമ്മ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 അവാർഡുകൾ എൻ്റെ പാട്ടുകൾ കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ട് പുള്ളിമാൻ എന്ന സിനിമയിൽ എം എസ് ബാബുരാജ് ഈണം പകർന്ന 1000 വർണ്ണങ്ങൾ വിടരും ആരാമമാണ് ഹൃദയം. രണ്ടാമത് ഞാൻ തന്നെ നിർമ്മിച്ച സംവിധായക ചന്ദ്രകാന്തത്തിലെ ആ നിമിഷത്തിൽ നിർവൃതിയിൽ ഞാൻ രാവിലത്തെല്ലായി മാറിയെന്ന എം എസ് വിശ്വാസ സംഗീതം പറഞ്ഞ ഗാനം. അപ്പോൾ ഇത് ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഞങ്ങൾ 2 പേരെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഹൈദരാബാദ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു FM ചാനലുണ്ട്, മിർച്ചി, ആ ചാനലിൻ്റെ ഫംഗ്ഷനായിരുന്നു. അവിടെ ഞങ്ങൾ അടുത്ത സ്റ്റേജുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളിത് ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്തു. 3 അവാർഡുകൾ 2 എണ്ണം എൻ്റെതാണെന്ന് പറയുമ്പോൾ ആമാ കറക്റ്റാണ്, എൻ്റെ പാട്ട് നിങ്ങളുടെ ഒരുങ്ങിയ പാട്ട് താനെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്വകാര്യ ദുഃഖം ഒരുപാട് അനുഭവിച്ച സ്ത്രീയാണവർ. പക്ഷേ അവർ സംഗീതം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും മറയ്ക്കുകയും ചെയ്യായിരുന്നു. അത് ഈ മകനും കൂടെ മരിച്ച അവസ്ഥയിൽ ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്നവർക്ക് തോന്നിക്കാണും. അപ്പോൾ മരണം അടുത്ത സുഹൃത്തായി അവരെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണും.